ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വരുന്ന 8ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വരുന്ന ജോലി ഒഴിവ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, കേരളത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വരുന്ന ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വരുന്ന സുവർണാവസരമാണിത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇപ്പോൾ റിഗർ ട്രെയിനി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട്. മിനിമം 8ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് റിഗർ ട്രെയിനി തസ്തികകളിലായിട്ട് മൊത്തം 20 ഒഴിവുകളാണ് ഉള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ വഴിയാണ് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കേരളത്തിൽ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ള ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ഒരു ജോലിക്ക് ഓൺലൈനായിട്ട് 2024 ഡിസംബർ 10 മുതൽ 2024 ഡിസംബർ 31 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ചുരുക്കരൂപം നമുക്ക് നോക്കാം. സ്ഥാപനത്തിൻ്റെ പേര് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണിത്. അതേപോലെ ടെമ്പററി ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. തസ്തികയുടെ പേര് റിഗർ ട്രെയിനി എന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഒഴിവുകളുടെ എണ്ണം 20 ആണ്. അതേപോലെ ജോലി സ്ഥലം ഓൾ ഓവർ കേരളയാണ്. അത് കൊച്ചിയിലാണ് വരിക. അതേപോലെ ജോലിയുടെ ശമ്പളം 6000 മുതൽ 7000 രൂപ വരെയാണ്. സ്റ്റൈപ്പൻ്റ് ആയിട്ടാണ് ലഭിക്കുക. അതേപോലെ അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 2024 ഡിസംബർ 10 ആണ്. അവസാനിക്കുന്ന തീയതി അതേപോലെ 2024 ഡിസംബർ 31 വരെയാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ചുവടെ കൊടുക്കാം. അതൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ വിജ്ഞാപനം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഓക്കെ. അതേപോലെ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വരുന്ന ശമ്പളം എത്രയാണെന്ന് നോക്കാം. ടോട്ടൽ 20 ഒഴിവുകളാണുള്ളത്. അതേപോലെ 6000 മുതൽ 7000 രൂപ വരെയാണ് സ്റ്റൈപ്പൻ്റ് ആയിട്ട് ലഭിക്കുക പെർ മന്ത്. അതേപോലെ ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. റിഗർ ട്രെയിനി എന്ന പോസ്റ്റിലേക്ക് വരുന്നത് 18 വയസ്സ് പൂർത്തിയായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ 23 വയസ്സ് കവിയാനും പാടില്ല എന്നാണ് പറയുന്നത്. 2024 ഡിസംബർ 31 കണക്കാക്കിയിട്ടാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് കണക്കാക്കുക. അതേപോലെ OBC വിഭാഗക്കാർക്ക് 3 വർഷത്തിന് വയസ്സിന് ഇളവ് നൽകുന്നുണ്ട്. അതേപോലെ SC ST വിഭാഗത്തിന് 5 വർഷവും വയസ്സിന് ഇളവ് നൽകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതേപോലെ അടുത്ത കാര്യം നമുക്ക് നോക്കാം. അടുത്തതായി പറയുന്നത് ഈ ജോലിക്ക് വേണ്ട അപേക്ഷാ ഫീസ് എത്രയാണെന്നുള്ളതാണ്. ഈ അപേക്ഷാ ഫീസ് ഇല്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അൺറിസർവ്ഡ് കാറ്റഗറി ആയാലും OBC വിഭാഗത്തിനായാലും SC ST വിഭാഗത്തിനും EWS ഫീമെയിൽ വിഭാഗത്തിനൊന്നും അപേക്ഷാ ഫീസ് പറയുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കരുതുന്നു. ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.